നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ വരുന്നത്? ചിക്കൻ കഴിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പഠനം പറയുന്നത്. ചിക്കൻ കഴിക്കുന്നത് പതിവാക്കിയാൽ ആരോഗ്യത്തിന് പണി കിട്ടും. ആഴ്ചയിൽ ഇവർ പറഞ്ഞത് ആക്ച്വലി ശരിയാണ്. ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ വരുന്ന ഇവർ കഴിക്കുന്ന രീതി കഴിച്ചാൽ തീർച്ചയായിട്ടും ക്യാൻസർ വരും. അതാണ് ഇത്രയും പേരുടെ ഹെൽത്ത് റെഡിയാക്കിയത് ചിക്കനും ഫിഷും എഗ്ഗും ബീഫും ഇതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ്. ആക്ച്വലി ഈ ലോകത്ത് നടക്കുന്ന പകുതി സ്റ്റഡീസും ഫേക്ക് സ്റ്റഡീസാണ്. എല്ലാവരും പുറകിന് പോകുന്നത് എന്താണ്? ഫേക്ക് സ്റ്റഡിയുടെ പുറകിനാണ് പോകുന്നത്. ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഫേക്ക് സ്റ്റഡിയാണ്. ഇസ്രൽസ് പോലുള്ള കമ്പനിക്കാരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റഡിയാണ് അന്നത്തെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ചിക്കൻ ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, അത് കുക്ക് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. എല്ലാവരും ചെയ്യുന്നത് എന്താണ്? എഡിബിൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന യാതൊരുവിധ ഫുഡും ശരിയല്ല. അത് തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. ഡീപ് ഫ്രൈ ചെയ്യുന്ന ഉദാഹരണത്തിന് KFC പോലുള്ള സാധനങ്ങൾ, അതിപ്പം ഫിഷ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, ഡീപ് ഫ്രൈ ചെയ്യുന്ന ഒരു സാധനവും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഇതുപോലുള്ള വാർത്താ ചാനലുകാർ തന്നെ ഇങ്ങനെയുള്ള അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതാണ് ഇവർ ഈ പറഞ്ഞേക്കുന്നത്. ചിക്കൻ കഴിച്ച ഒരു സ്റ്റഡി ഉണ്ടാക്കി, അയ്യോ പെട്ടെന്ന് അത് ക്യാൻസറിനായി. ഇത്രയും നാൾ ബീഫായിരുന്നു, ഇപ്പൊ ചിക്കൻ ആക്കി. ഓക്കെ, അപ്പോൾ ഈ ലോകത്ത് ഒരു നല്ലത് ചെയ്താൽ എല്ലാവരും ഉടായ്പിന്റെ പുറകിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരാൾ നല്ലത് ചെയ്താൽ അവനെ പറ്റി പറയാൻ 10 പേരെ കാണത്തുള്ളൂ. പക്ഷെ അവൻ ചീത്ത ചെയ്താലോ അവനെ പറ്റി പറയാൻ 100 പേര് കാണും. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഒരാൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇതുവഴി നടന്നു പോയാൽ എത്ര പേര് അവനെ നോക്കും? നേരെ മറിച്ച് ഒരാൾ ഡ്രസ്സിൽ അതിലേക്ക് ഓടിപ്പോയാലോ ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ബസ് പിടിച്ചോടി വരും, അല്ലെ? അന്നേരം നല്ലത് ചെയ്താൽ അവനെ പറ്റി പറയാൻ വേണ്ടി ആരും കാണില്ല. അതുപോലെയാണ് ഈ നാടും. ഫേക്ക് സ്റ്റഡീസ് എന്താണ്, നല്ല സ്റ്റഡീസ് എന്താണ്, ഫേക്ക് സ്റ്റഡീസ് എന്താണ് തിരിച്ചറിയാൻ പറ്റാത്തവരാണിത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ചിക്കൻ കഴിച്ചാലോ ബീഫ് കഴിച്ചാലോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അത് കുക്ക് ചെയ്യേണ്ട രീതി, മര്യാദയ്ക്ക് കുക്ക് ചെയ്ത് എന്ത് സാധനം കഴിച്ചാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല.